സംസ്ഥാന ബജറ്റ് തേക്കിൻകാട് മൈതാനത്തിന്റെ നവീകരണത്തിനായി 10 കോടി രൂപ വകയിരുത്തിയ പശ്ചാത്തലത്തിൽ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ. 7 മേഖലകളിലായി തിരിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് ദേവസ്വം ബോർഡ് വിഭാവനം ചെയ്തിട്ടുള്ളത്. സൗന്ദര്യവൽക്കരണം, വിദ്യാർത്ഥി കോർണർ, ലേബർ കോർണർ, നെഹ്റു മണ്ഡപ നവീകരണം തുടങ്ങിയവ നവീകരണത്തിന്റെ ഭാഗമായി വിഭാവനം ചെയ്തതാണ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. MLAയും ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന വിപുലമായ യോഗം ചേർന്ന് ഇതിൽ അന്തിമ തീരുമാനമെടുക്കും. തേക്കിൻകാട് മൈതാനത്തിന്റെ പരിപാലനവും ശുചിത്വവും കോർപ്പറേഷനുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. മൈതാനത്തിന്റെ ഉടമസ്ഥാവകാശം നിലനിർത്തി നവീകരണ പ്രവർത്തനങ്ങളിൽ കോർപ്പറേഷനുമായി കൂടിയാലോചിച്ച് മുന്നോട്ടു പോകും. തേക്കിൻകാട് മൈതാനിയിൽ പരസ്യങ്ങൾ അനുവദിക്കുന്ന കാര്യത്തിൽ കോടതി വിധി പൂർണ്ണമായും മാനിക്കും. നിയമവിധേയമായിട്ടായിരിക്കും തേക്കിൻകാട് മൈതാനത്തെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും നടത്തുക. സ്വാതന്ത്ര്യസമര ചരിത്രമുറങ്ങുന്ന തേക്കിൻകാട് മൈതാനത്ത് പൊതുപരിപാടികൾ പാടില്ലെന്ന നിലപാട് ദേവസ്വം ബോർഡിനില്ലെന്നും അത് നാടിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2025 മാർച്ച് 23-നാണ് നിലവിലെ ഭരണസമിതി ചുമതലയേറ്റത്. 2 വർഷമാണ് ഭരണസമിതിയുടെ കാലാവധി. കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം ഇനി നിങ്ങളുടെ സ്വന്തം സീമാസിൽ. തൃശൂർ, അങ്കമാലി ഷോറൂമുകൾ ഇന്ന് തന്നെ സന്ദർശിക്കൂ.